വത്തിക്കാനിലെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ാം തീയതി ആരംഭിക്കുകയാണ്. സിസ്റ്റൈൻ ചാപ്പൽ ഉൾക്കൊള്ളുന്ന മ്യൂസി വത്തിക്കാനിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഒരുപക്ഷെ അടുത്ത ലോകത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഉള്ളത്. സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ് പരമ്പരാഗതമായി മാർപ്പാപ്പമാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. മെയ് 7-ാം തീയതി 135 വോട്ടിംഗ് അവകാശമുള്ള കർദിനാൾമാർ ഇതിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കയറും. സിസ്റ്റൈൻ ചാപ്പലിലെ 135 കർദിനാളന്മാരായിരിക്കും കത്തോലിക്ക സഭയെ 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ആ മാർപ്പാപ്പ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 267-ാമത്തെ മാർപ്പാപ്പയായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി. ഇത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പല്ല, സിസ്റ്റൈൻ ചാപ്പലിലെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മെയ് 7-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മ്യൂസി വറ്റിക്കാനി എന്നുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അതിനുള്ളിൽ സിസ്റ്റൈൻ ചാപ്പലാണ്. സാധാരണ മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതിയും അതിനോട് ചേർന്നുള്ള ചാപ്പലിനെയാണ്, അവരുടെ സ്വന്തം പള്ളിയാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്നറിയപ്പെടുന്നത്. സിക്സ്റ്റസ് ഫോർത്ത് എന്ന പോപ്പിൻ്റെ കാലത്താണ് 1477 മുതൽ 1483 വരെയുള്ള കാലഘട്ടത്തിൽ സിസ്റ്റൈൻ ചാപ്പൽ പണിതത്. തുടർന്ന് സിസ്റ്റൈൻ ചാപ്പൽ പോപ്പുമാരുടെ ഔദ്യോഗിക വസതിയായി മാറി. അവിടെ വെച്ചാണ് വോട്ടെടുപ്പ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നത്. വോട്ടിംഗ് അവകാശമുള്ള കർദിനാൾമാർ എന്ന് വെച്ചാൽ 80 വയസ്സിന് താഴെയുള്ള 135 കർദിനാൾമാർ ഇത്തവണ സിസ്റ്റൈൻ ചാപ്പലിൽ കടക്കും. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ അവർക്ക് ഈ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് പുറത്തു വരാനുള്ള അധികാരമില്ല. ആ സമയത്താണ് പല റൗണ്ടുകളായിട്ടാണ് ഇലക്ഷൻ. 3-ൽ 2 ഭൂരിപക്ഷം കിട്ടിയാലാണ് ഒരാളെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുക. അതുവരെ ഈ ഇലക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും, 2-ൽ 3 ഭൂരിപക്ഷം കിട്ടുന്നത് വരെ. ആ സമയത്ത് അതിനു മുമ്പുള്ള ഓരോ റൗണ്ടിലും നിശ്ചിത ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവിടെ മുകളിലുള്ള സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുകക്കുഴലിലൂടെ കറുത്ത പുക പുറത്തു വരും. കറുത്ത പുക പുറത്തു വന്നാൽ അതിൻ്റെ അർത്ഥം മാർപ്പാപ്പയെ ഈ റൗണ്ടിൽ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല റൗണ്ടുകൾ കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ വെളുത്ത പുക വരുന്നത്. വെളുത്ത പുക വന്നാൽ അതിൻ്റെ അർത്ഥം പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലടക്കം ലോകമെമ്പാടുമുള്ള പള്ളി മണികൾ മുഴങ്ങും. ഞങ്ങൾക്കിതാ ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരൊക്കെ മാർപ്പാപ്പയായി വരുമെന്നറിയില്ല. സാധാരണ രീതിയിൽ ഒരു ട്രഡീഷണലായിട്ട് ഇറ്റാലിയൻ കർദിനാളന്മാരാണ് ഒരു കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. കാരണം 120-ഓ 130-ഓ ഉള്ള കർദിനാളന്മാരിൽ ഭൂരിപക്ഷം പേരും ഇറ്റലിയിൽ നിന്ന് വന്നവരാണ്. ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. അത് യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്ക് മാറി. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഇറ്റാലിയൻ കുത്തക തകർത്തുകൊണ്ട് പോളണ്ടിൽ നിന്നാണ് മാർപ്പാപ്പയായത്. അതിനുശേഷമുള്ള മാർപ്പാപ്പ ബെനഡിക്ട് മാർപ്പാപ്പ വന്നത് ജർമ്മനിയിൽ നിന്നാണ്. പിന്നീട് യൂറോപ്പിന് പുറത്ത് അർജൻറ്റീനയിൽ നിന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നത്. ഇപ്പോൾ ഇനി ആര് മാർപ്പാപ്പയാവും എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പിയട്രി പെരോളിൻ, അതുപോലെ ഫിലിപ്പീൻ കർദിനാൾ ആൻ്റോണിയോ ലൂയിസ് ടാഗലെ, ഒപ്പം സൂപ്പി, ഇങ്ങനെ തുടങ്ങി ഏതാണ്ട് 10ഓളം ആഫ്രിക്കൻ കാർഡിനൽ, ഒരു ബ്ലാക്ക് പോപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കാർഡിനൽമാരുണ്ട്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്നുണ്ട്. ഇങ്ങനെ പല ആൾക്കാരുടെ പേരുകൾ വരുന്നുണ്ട്. എന്തായാലും പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നിയമവുമില്ല. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കടന്നു വന്ന സമയത്ത് 2 ഇറ്റാലിയൻ കർദിനാളന്മാരെയാണ് മീഡിയ മുഴുവൻ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവരാരും മാർപ്പാപ്പയായില്ല. 52-കാരനായ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ പോളണ്ടിൽ നിന്ന് വന്നു. കരോൾ വോയ്റ്റീവ എന്ന കർദിനാളാണ് പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പ എന്ന പേരിൽ ലോക പ്രശസ്തനായത്. പിന്നീട് വന്നത് ജോൺ പോൾ മാർപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ജർമ്മനിയിൽ നിന്നുള്ള കർദിനാൾ ജോസഫ് റാറ്റ്സിംഗറാണ് പിന്നീട് ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പയായി മാറിയത്. എന്നാൽ പിന്നീട് വന്നത് വല്ല അത്ഭുതകരമായതായിരുന്നു. യൂറോപ്പിന് പുറത്ത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ജെസ്യൂട്ടായിട്ടുള്ള 2000 വർഷത്തെ പാരമ്പര്യത്തിൽ ജെസ്യൂട്ടുകൾ ആരും മാർപ്പാപ്പമാരായിട്ടില്ല.
ആ ജസ്യൂട്ടായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ലോകത്തെ മാറ്റിമറിച്ച് 266-ാമത്തെ മാർപ്പാപ്പയായി എത്തിയത്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ചരിത്രമാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാക്കിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മൺമറഞ്ഞിരിക്കുന്നു. സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്നത് സംബന്ധിച്ചുള്ള ഊഹാഭോഗങ്ങളൊക്കെ മീഡിയയിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മെയ് 7-ാം തീയതി ഔദ്യോഗികമായി കോൺക്ലേവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺക്ലേവ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കീ എന്നാണ്. ഒരു തവണ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ സിസ്റ്റൈൻ ചാപ്പലിൽ കൂടിയിട്ട് 3 വർഷത്തേക്ക് പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം നാട്ടുകാരൊക്കെ കൂടി ഈ കർദിനാളന്മാരെ ഇവിടെ അടച്ചു പൂട്ടിയിട്ട് ഇനി നിങ്ങൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് പുറത്ത് കടന്നാൽ മതി, വെള്ളവും ബ്രെഡും മാത്രം കൊടുത്ത് അവരെ ഇരുത്തിയ ചരിത്രമുണ്ട്. അത്രയും തർക്കമുണ്ടായതാണ്. ഒടുവിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒരുപാട് വേണ്ടി വന്നിട്ടില്ല. ബെനഡിക്ട് മാർപ്പാപ്പയെ പെട്ടെന്ന് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിൽ 3-4 റൗണ്ടേ വേണ്ടി വന്നുള്ളൂ. ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. കത്തോലിക്ക സഭയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലെഗസി പേറുന്ന ഒരാൾ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതായാലും ഇത് ഈ കാണുന്ന മതില് വത്തിക്കാനിലേക്കുള്ള മതിലാണ്. ഈ മതിലിൻ്റെ ചുറ്റും ഏതാണ്ട് 108 ഏക്കർ സ്ഥലമാണുള്ളത്. ആ 108 ഏക്കർ സ്ഥലത്താണ് വത്തിക്കാൻ, ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അതിൻ്റെ തലവൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഒരേ സമയം വത്തിക്കാൻ്റെ രാജ്യത്തിൻ്റെ തലവനാണ്. 140 കോടി ജനങ്ങളുടെ വിശ്വാസികളുടെ, കത്തോലിക്ക വിശ്വാസികളുടെ തലവനാണ്. ഒപ്പം തന്നെ റോമിലെ മെത്രാനാണ്. റോമിൻ്റെ മെത്രാൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയെ തന്നെയാണ്. അങ്ങനെ 3 ടൈറ്റിൽ മാർപ്പാപ്പയ്ക്കുണ്ട്. ഒരു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതോടെ ഒരു സ്പിരിച്വലായിട്ടുള്ള രാഷ്ട്രീയ അധികാരം കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം, ഇതിലൊക്കെ അതിശക്തമായ നിലപാടെടുത്ത മാൻ ഓഫ് കൺവിക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് മെയ് 7 ഒരു എലക്ഷൻ, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം PP ജെയിംസ്, 24 ഫ്രം റോം.